UDFന്റെ കോട്ട തകർത്താണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് ഇടതുപക്ഷം സീറ്റ് നേടിയത്. 9-ൽ 5 സീറ്റുകളും പിടിച്ചെടുക്കാൻ ഇടതുപക്ഷത്തെ അന്ന് സഹായിച്ചത് കേരള കോൺഗ്രസ് ജോസ് വിഭാഗമാണ്. ഈ നിമിഷം വരെ കേരള കോൺഗ്രസ് ഇടതുപക്ഷത്താണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി നേരിട്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അവർ UDF പാളയത്തിൽ തിരികെ എത്തുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. ജോസ് വിഭാഗത്തെ പിളർത്തിയായാലും ഒരു വിഭാഗത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിർത്തുമെന്ന വാശിയിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും ജോസ് വിഭാഗത്തെ UDFിൽ എത്തിക്കാനായി അണിയറയിൽ ചരടുവലികൾ നടത്തുന്നുണ്ട്. മുന്നണി മാറ്റം ഇപ്പോൾ അജണ്ടയിലില്ലെന്ന് ജോസ് കെ മാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും പരസ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും UDF നേതൃത്വം പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അതേസമയം കോട്ടയത്തെ കോൺഗ്രസ് നേതൃത്വം വലിയ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇത്തവണ എന്തായാലും ഇടതുപക്ഷത്തെ ജില്ലയിൽ തറ പറ്റിക്കുമെന്ന വാശിയിലാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട്. 10 വർഷത്തെ തുടർച്ചയായ ഭരണത്തിനെതിരായ ജനവികാരത്തിലാണ് കോട്ടയത്തെ കോൺഗ്രസുകാരുടെ പ്രതീക്ഷ. ജോസ് കെ മാണി വിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത്ര ശക്തരല്ലെങ്കിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും അവരുടെ സ്വാധീന മേഖലകളിൽ സജീവമായി തുടങ്ങിയിട്ടുണ്ട്. ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കോട്ടയം MP കൂടിയായ ഫ്രാൻസിസ് ജോർജ് ആണ്. ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിലെടുക്കാതെ തന്നെ കോട്ടയത്ത് UDFന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള നേതാക്കളുടെ വാദം. UDFിലെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്ത് കാര്യങ്ങൾ ഇപ്പോൾ അത്ര വെടുപ്പല്ല. ജില്ലയിൽ നിന്നുള്ള മന്ത്രി VN വാസവനെതിരെ ഇടതുപക്ഷ അണികളിൽ തന്നെ അമർഷം പ്രകടമാണ്. കോട്ടയം മുൻ MP കൂടിയായ സുരേഷ് കുറുപ്പിനെ പാർട്ടി പദവികൾ നൽകാതെ വെട്ടിനിരത്തിയതിൽ വാസവന് വലിയ പങ്കുണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇക്കാര്യത്തിൽ പൊതുസമൂഹത്തിനിടയിലും വാസവന് ഒരു വില്ലൻ പരിവേഷമാണുള്ളത്. സുരേഷ് കുറുപ്പ് ഒതുക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ വാസവന് എത്രയോ മുൻപേ മന്ത്രിയാക്കേണ്ടിയിരുന്നതും അദ്ദേഹം തന്നെയാണ്. മുൻ ഏറ്റുമാനൂർ MLA കൂടിയായ സുരേഷ് കുറുപ്പിന്റെ പിൻഗാമിയായി ഏറ്റുമാനൂരിൽ നിന്ന് തന്നെ മത്സരിച്ച് ജയിച്ചാണ് വാസവൻ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്നത്. വാസവന്റെ പാർട്ടിയിലെ ഉയർച്ചയും സുരേഷ് കുറുപ്പിന്റെ വീഴ്ചയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സുരേഷ് കുറുപ്പിന് ലഭിക്കാത്ത പരിഗണനയാണ് VN വാസവന് CPM നേതൃത്വം നൽകിയിരിക്കുന്നത്. സുരേഷ് കുറുപ്പ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഔട്ടായപ്പോൾ വാസവൻ പാർട്ടിയിൽ മന്ത്രി പദവിയോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമെന്ന പദവിയും വഹിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ജനകീയ മുഖമായ സുരേഷ് കുറുപ്പിനെ CPM നേതൃത്വം ഒതുക്കിയെന്ന വികാരം ജില്ലയിൽ വ്യാപകമായി പടരുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വാസവനും ഇടതുപക്ഷത്തിനും എന്തായാലും വെല്ലുവിളി തന്നെയാണ്. ഇതിനു പുറമെ SNDP യോഗം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിയ മന്ത്രി വാസവന്റെ നിലപാടും മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരായ വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾക്കെതിരെ വാസവൻ പ്രതികരിക്കാതിരുന്നതും കൂടിയാകുമ്പോൾ ഇടതുപക്ഷം ശരിക്കും പ്രതിരോധത്തിലായിട്ടുണ്ട്. കോട്ടയം ജില്ല ഇത്തവണ ഇടതുപക്ഷത്തെ കൈവിട്ടാൽ അതിന്റെ പ്രധാന ഉത്തരവാദി എന്തായാലും മന്ത്രി VN വാസവൻ തന്നെയായിരിക്കും. വാസവന്റെ വെള്ളാപ്പള്ളിയോടുള്ള ചങ്ങാത്തത്തിൽ ഇപ്പോൾ ആകെ പെട്ടുപോയിരിക്കുന്നത് കേരള കോൺഗ്രസ് ആണ്. പാലായിൽ ക്രിസ്ത്യൻ ആധിപത്യമാണെന്നും എല്ലാം കുരിശിന്റെ വഴിയാണെന്നും ആരോപിച്ച് വെള്ളാപ്പള്ളി ജോസ് കെ മാണിയെ പരിഹസിക്കുക കൂടി ചെയ്തതോടെ കേരള കോൺഗ്രസ് വലിയ കലിപ്പിലാണുള്ളത്. കേരള കോൺഗ്രസിൽ പുകയുന്ന ഈ അമർഷം വാസവനെതിരായ അമർഷമായി ആ പാർട്ടിയുടെ അണികളിലും ഇതിനകം മാറിക്കഴിഞ്ഞു. അതായത് ഏത് സാഹചര്യം എടുത്ത് പരിശോധിച്ചാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് ഇടതുപക്ഷം നേരിടാൻ പോകുന്നത് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. അതാകട്ടെ വ്യക്തവുമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ വാസവൻ മാത്രമല്ല മറ്റു പലരും തോൽവിയുടെ രുചിയറിയും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കേരള കോൺഗ്രസ് എമ്മും ജില്ലയിൽ മികച്ച വിജയം നേടിയപ്പോൾ പാലായിൽ ജോസ് കെ മാണി പരാജയപ്പെട്ടത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നുവെങ്കിൽ ഇത്തവണ വാസവന്റെ പരാജയം പലരും ഇതിനകം തന്നെ പ്രവചിച്ചു കഴിഞ്ഞു. പൂഞ്ഞാറിൽ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിത്തോറ്റ PC ജോർജും മകൻ ഷോൺ ജോർജും ഇത്തവണ BJP ടിക്കറ്റിലാണ് മത്സര രംഗത്തിറങ്ങാൻ പോകുന്നത്. പാലായിൽ തോറ്റെങ്കിലും കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി സീറ്റുകളിലെ ജയത്തോടെ കേരള കോൺഗ്രസും ജില്ലയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി. 2016 തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസും ഒന്നിച്ചു മത്സരിച്ചപ്പോൾ കോൺഗ്രസ് 2 സീറ്റിലും കേരള കോൺഗ്രസ് 4 സീറ്റിലും ജയിച്ചിരുന്നു. ഏറ്റുമാനൂർ, വൈക്കം സീറ്റുകൾ മാത്രമാണ് 2016 LDFന് ലഭിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ശ്രദ്ധിക്കപ്പെട്ടത് കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം കൊണ്ടാണ്. KM മാണി അന്തരിച്ച ശേഷം പാർട്ടിയിൽ നടന്ന അധികാര വടംവലിക്കൊടുവിൽ ജോസ് കെ മാണി ഇടതുപാളയത്തിലെത്തുകയാണ് ഉണ്ടായത്. ഇത്തവണ ഇനി കേരള കോൺഗ്രസ് മുന്നണിയിൽ ഉണ്ടായാൽ പോലും 2021 നേട്ടം ആവർത്തിക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കണമെന്നില്ല. അതിന് പ്രധാന ഉത്തരവാദി മുകളിൽ സൂചിപ്പിച്ചതുപോലെ VN വാസവനായിരിക്കും.
പുതുപ്പള്ളിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടിയുമ്മൻ മികച്ച വിജയം കരസ്ഥമാക്കിയതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം സീറ്റിൽ വിജയിക്കാൻ സാധിച്ചതുമെല്ലാം ജില്ലയിലെ UDFന്റെ വോട്ട് ബാങ്ക് തിരിച്ചുവന്നതിന്റെ സൂചനയാണ്. അത് മുഖവിലക്കെടുക്കാതെ ഇടതുപക്ഷത്തിനും ഇനി മുന്നോട്ടു പോകാൻ കഴിയുകയില്ല.